അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ് കളി സമഗ്ര പഠനത്തിന്റെ 28ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം വൈവിധ്യത്തെ ഒന്നുകൂടി വിശദീകരിക്കാമോ എന്ന്. സത്യത്തിൽ ഞാൻ ഇതിനെ വിശദീകരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇതാണ്: കള്ളി പറഞ്ഞാൽ ഉള്ളി തോലാണ് എന്ന ഒരു ആപ്തവാക്യം മലയാളത്തിലുണ്ട്. എന്നതുപോലെ ഓരോ തൊലികളും കഴിക്കും തോറും അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അപ്പൊ ഉള്ളി എന്ന് പറഞ്ഞാൽ തന്നെ തൊലികൾ കൂടിയുള്ള ഒരു വസ്തുവാണ്. അപ്പൊ വിഷയം പറഞ്ഞാൽ ഇന്നോ അവസാനം ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. എന്നതിലേക്കാണ് ഈ വൈവിധ്യത്തിന്റെ വിശാലത വിശദീകരണം കൊണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈവിധ്യത്തിന്റെ ഒരു വിശദീകരണത്തിന്റെ ഒരു അല്പം നമുക്ക് എപ്പിസോഡ് ഇതിന്റെ സമയപരിധിക്കുള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതായത് വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലും പുതിയ പുതിയ കളികളെ വേദിയിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇവിടെ അങ്ങനെയാണ് ഓരോ വിഷയത്തിലും ഇത് കളിയുടെ ഓരോ കാര്യങ്ങളിൽ നിന്ന് വൈവിധ്യമാകുന്ന ഈ സംഗതിയെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഡ്രസ് കോഡിന്റെ വിഷയം, ഇന്ന ഡ്രസ് കോഡ് തന്നെ അവിടെ നിന്ന് എന്നില്ല. ദഫ്മുട്ടിൽ നമുക്കറിയാം ജുബയും വെള്ള തുണിയും തലപ്പാവും ധരിച്ചുകൊണ്ടേ പറ്റുള്ളൂ. അറവനക്ക് അതിന്റെ ട്രഡീഷണൽ വേഷമുണ്ട്. എന്നാൽ ദഫ് കളിക്ക് അങ്ങനെയില്ല. ദഫ് കളിക്ക് കമീസ് ഇട്ടുകൊണ്ട് കളിക്കാം, പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ട് കളിക്കാം, അതുപോലെ തന്നെ ജുബയും പൈജാമയും ഇട്ടുകൊണ്ട് കളിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ പുതിയ പുതിയ വൈവിധ്യമാർന്ന ഡ്രസ് കോഡുകളിലൂടെ നമുക്ക് ഈ കളിയെ അവതരിപ്പിക്കാൻ കഴിയുമെന്നതാണ്. അപ്പോൾ ഡ്രസ് കോഡിൽ, കോസ്റ്റ്യൂമിൽ നമുക്ക് വൈവിധ്യത്തെ അവതരിപ്പിക്കാൻ കഴിയും ഈ കലയെ. അതുപോലെ തന്നെ പാട്ടുകൾ, വ്യത്യസ്തമായ പാട്ടുകൾ, മനോഹരമായ കാലത്തിനനുസരിച്ചുള്ള മനോഹരമായ ഈണങ്ങളിലൂടെ, മാപ്പിളത്വമുള്ള മഹത്തായ ഈണങ്ങളിലൂടെ, മനോഹരമായ ഈണങ്ങളിലൂടെ ഗാനത്തിന്റെ പാർട്ടിനെ നമുക്കെന്ത് ചെയ്യാം, മനോഹരമാക്കി കാലോചിതമായി ഇത് വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ കളികളും അങ്ങനെ തന്നെയാണ്. കാലോചിതമായ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നമുക്കിതിനെ അവതരിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഏത് വിഷയങ്ങളിലും അത് ഈ കളിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെ നമുക്ക് വൈവിധ്യമാവുന്ന രീതിയിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാനും വിശാലമാക്കാനും നമുക്ക് കഴിയും. ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം ഈ ദഫ് കളി എന്നുള്ള ഒരൊറ്റ നിയമത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിനെ വിശാലമാക്കിക്കൊണ്ട് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. വൈവിധ്യത്തിന്റെ പേര് പറഞ്ഞതല്ലെങ്കിൽ ദഫ് കളിയെ നമ്മൾ പലപ്പോഴും പലരും വിമർശിക്കപ്പെടാറുള്ളത്. അന്നത്തെ പണ്ടത്തെ കളിയൊക്കെ നല്ല കളിയാണ്, ഇന്ന് നല്ല കളിയില്ല, ഇന്നൊക്കെ എന്തൊക്കെയോ ഡാൻസ് ആയി പോയിട്ടുണ്ട്, എന്തൊക്കെയോ പിന്നെ ബ്രേക്ക് ഡാൻസിലേക്ക് പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡാൻസിലേക്ക് പോയിട്ടുണ്ട്, കുച്ചിപ്പുടി ആയിട്ടുണ്ട്, കഥകളി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വിമർശിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ ഞാൻ ഇതിനെ എല്ലാവരും ന്യായീകരിക്കല്ല. ഇങ്ങനെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വശത്ത് നിന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ടീമുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്, അത് വിമർശന വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. എന്നാൽ പൊതുവിൽ നമുക്ക് ഇന്ന് കാണുന്ന ഇന്നിപ്പോ ഇതിന്റെ നിയമങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും ബോധവാന്മാരാണ്. ഈ ബോധവാന്മാരായിട്ടുള്ള ഈ ചെറുപ്പക്കാരായ കുട്ടികൾ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കളിയുടെ രൂപഭാവങ്ങൾ, ചുവടുകളൊക്കെ പരമാവധി അശ്ലീലമല്ല, മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ വ്യത്യസ്തമായ കണ്ടെത്തലുകളിലൂടെ നമ്മുടെ മക്കള് മനോഹരമായ അടിസ്ഥാനപരമായ ബേസിൽ നിന്ന് തന്നെ, അതായത് ഈ ദഫ് കളി എന്ന ബേസിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ പരിശീലകരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ വൈവിധ്യ രീതിയിൽ ഈ കളിയെ കമ്പോസ് ചെയ്ത് വേദിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ചില സീസണുകളിൽ നമ്മൾ സാധാരണ അടിസ്ഥാനപരമായിട്ട് ഉള്ള ദഫ് കളിയുടെ താളം 1 2 1 2 3 നിന്ന് മാറി വെറും 1 2 3 1 2 3 അങ്ങനെ പല താളങ്ങളിലൂടെ നമ്മുടെ ഇതിന്റെ ദഫിന്റെ താളങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ രീതി തന്നെ മാറ്റി, ആ കാല് വീശിയിട്ടുള്ള രീതിക്ക് മാറ്റി മറ്റു രീതികളിലേക്ക്, ചില സമയത്ത് മറികളില്ലാതെ ദഫ് മറിക്കാതെ, അതുപോലെ തന്നെ ഭയങ്കര ഇപ്പോൾ ഈ സീസണിൽ വന്നത് സ്പീഡ് മൂവ്മെന്റ്, ശക്തമായ സ്പീഡിൽ കൈകളെ ചലിപ്പിച്ചുകൊണ്ട് അതിൽ വളരെ എഫർട്ട് എടുത്തുകൊണ്ടുള്ള ഒരു കളി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ സീസണിൽ ഏറ്റവും പുതിയ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സീസണിലും നല്ല നല്ല കഴിവുള്ള ആളുകൾ പുതിയ പുതിയ രീതികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ വൈവിധ്യം അരോചകം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി നിർത്താതെ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ഇതിൽ നല്ല നല്ല മാറ്റങ്ങളെ ഉൾപ്പെടുത്തി അംഗീകരിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിന്നെ ഈ തരം വൈവിധ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നും ആ പഴയ ദഫ് കളി പഴയ ആ മദ്രസന്റെ ആ മുറ്റത്ത് തന്നെ തുടങ്ങി ഒതുങ്ങി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുണ്ടാകുമ്പോൾ ഇതിനെ ഇത്രയും ചെറുപ്പക്കാർ വളരെ മനോഹരമായ ഒരു പ്രൊഫഷണൽ, കേരളത്തിൽ ഏറ്റവും മികച്ച കലാമാമ്പാങ്കത്തിന്റെ കൂട്ടങ്ങളായിട്ട് മാറി വരും. വലിയ വലിയ വേദികൾ ഇവരുണ്ടാക്കി. എന്തുകൊണ്ട്? ഈ ചെറുപ്പക്കാരായ കുട്ടികൾ വളരെ ആർജവത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. തെറ്റുകൾ വരും, ഒരു കലാരൂപം വിശാലമായി ഓടുന്ന കലാരൂപത്തിൽ തെറ്റുകൾ വരും. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരുത്താറുണ്ട്, അവർ അത് പരിഹരിക്കാറുണ്ട്. എന്നാൽ ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും പറയാനുള്ളത് ഇന്ന് ഡാൻസ് ആണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ വിമർശിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ആഭാസകരം അല്ലാത്ത കളി എന്ന് പറയുന്ന ഇവർ, അതായത് ഇന്നത്തെ കളി ഡാൻസ് ആണ് എന്ന് പറയുന്ന ആളുകൾ, പല രീതിയിലാണ്, പല ആഭാസകരമായ നൃത്തങ്ങളാണെന്ന് പറയുന്നവർ ഈ എന്തുകൊണ്ടാണ് ഇതിനെ ആഭാസകര എന്ന് പറയാൻ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ കാഴ്ചപ്പാടിന്റെ വിശാലത കുറവാണെന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ കളി ഞാൻ ജഡ്ജ് ചെയ്യുന്ന സമയത്തും, വളരെ മികച്ച പരിശീലകരുടെ കളികൾ നടക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർ എത്രയോ ചിന്തിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്രയും എഫക്റ്റുള്ള, ഇത്രയും റിസ്ക്കുള്ള, ഇത്രയും മനോഹരമായ ഒരു സംഭവത്തെ ആഭാസകരമെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അതിനെ തള്ളി മാറ്റപ്പെടുന്ന ഒരു പ്രവണത ശരിയല്ല. കാരണം ഈ വിമർശിക്കുന്നവർ പറയുന്ന കളി ഏതാണ്? ആ പഴയ 1 2 1 2 3, ആ ഒരു കുട്ടിയെ എങ്ങോട്ടാടുമ്പോ മറ്റൊരു കുട്ടി അങ്ങോട്ട്, ഇങ്ങനെ ഒരു പെർഫെക്റ്റ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ലാത്ത, അപൂർണമായ രീതിയിലുള്ള, വൃത്തിയില്ലാത്ത, ആ പഴയ പ്രത്യേകിച്ചൊന്നും കാണപ്പെടാത്ത കൊട്ടി പാടി ഒരു പാട്ടിനനുസരിച്ച് ഇങ്ങനെ കൊട്ടി കളിക്കുന്നത്, ഇതാണ് മനോഹരമായ ഒറിജിനൽ കളി എന്ന് ഇവരുടെ കാഴ്ചപ്പാടിലുള്ള കളി. പക്ഷെ അതല്ല.
അങ്ങനെയല്ല, ഇത് ഇസ്ലാം മനോഹരമാണ്. ഓരോ കാലത്തിനനുസരിച്ചുള്ള അപ്രേഷൻ, ഫുറോയിയായ കാര്യങ്ങളിൽ അപ്രേഷൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു പഴയ കാലത്ത് 1 2 1 2 3 എന്നുള്ള താളത്തിൽ ഒരു 12 കുട്ടികൾ നിന്ന് കൊട്ടിയാൽ അത് ആഭാസകരമല്ല അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ വളരെ വശ്യമായ കൈ കുഴഞ്ഞ് ബോഡി വളച്ച് ചെരിച്ച് പിടിച്ച് കണ്ണു പിടിച്ച് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ആഭാസകരം. എന്നതിനർത്ഥം മനോഹരമായിട്ട് ഇസ്ലാമിൽ പാടില്ല എന്നുള്ളതായി ഇതിനർത്ഥം. അതെയാണ് ഞാൻ പറഞ്ഞു, ഇത് വിശദീകരിക്കുന്നതോറും അതിലൊന്നുമില്ല. ഈ ആക്ഷേപകരുടെ കാര്യത്തിൽ, ഈ പറയുന്ന കാര്യത്തിൽ ഒന്നുമില്ല എന്നാണ് വരുന്നത്. പൊതുവിൽ ഒരു പക്ഷെ വലിയ വിശാലമായി ഓടുന്ന ഈ കലയിൽ ചെറിയ ചെറിയ ചില കാലഘട്ടത്തിലൊക്കെ പലതും വന്നു പോയിട്ടുണ്ടാവും. അത് വിധികർത്താക്കൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാവരാലും എതിർക്കപ്പെട്ടുകൊണ്ട് എല്ലാവരാലും പരിപാലിക്കപ്പെട്ടു പോകുന്ന ഒരു കലാരൂപമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, വൈവിധ്യത്തിന്റെ പേരിൽ ഈ കളിയെ ആക്ഷേപിക്കുന്ന രീതി സത്യത്തിൽ കള്ളി പറഞ്ഞാൽ ഉള്ളി തോലാണ് എന്ന ആപ്തവാക്യത്തിലേക്ക് നമ്മൾ ഇതിന്റെ ഈ വിവാദം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ കളിയെ നോക്കിയാൽ ഇന്ന് വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. കാരണം മനോഹരമായ സ്പീഡ് മൂവ്മെന്റ്, ദഫുകൾ വളരെ സ്പീഡിൽ ചലിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഈണങ്ങളിലൂടെ ഏറ്റവും, അതായത് ഇന്ന് കാണപ്പെടുന്ന കലകളുടെ കൂട്ടത്തിൽ ഏത് ഇസ്ലാമികം അനിസ്ലാമികം ഏത് കലയിൽ നോക്കിയാലും, സർക്കസ്, നാടകം, അതുപോലെ തന്നെ കഥകളി, കുച്ചിപ്പുടി, ഡാൻസ്, മറ്റ് ബ്രേക്ക് ഡാൻസ്, മാപ്പിളപ്പാട്ട്, അറവന, ഇതൊക്കെ ഒരു വേദിയിൽ നടക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രൊഫഷണൽ മെയിൻ ടീമുകളൊക്കെ ഉണ്ടല്ലോ, പ്രൊഫഷണൽ ടീമുകൾ, ഇവരുടെ ശക്തമായ ഒരു കളി വേദിയിൽ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും അവിടെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കല എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും. കാരണം എന്താ, അത് അത്ര സംഗതികളാണ് അതിൽ വന്നത്. എല്ലാ കലകളെയും മറികടക്കുന്ന, ഏത് കലാരൂപങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ അവതരണം നടക്കുന്നത്. ഇപ്പൊ ഡാൻസോട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്, അപ്പൊ അവർക്ക് ഇതിന് ഇഷ്ടപ്പെടും. മാപ്പിള പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പാട്ടിൽ പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പന ഇഷ്ടപ്പെടുന്നവർക്ക് ഒപ്പനയുടെ ടച്ചിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ആസ്വാദകരുടെയും അഭിരുചിക്കനുസരിച്ച് ഈ കലാരൂപം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വിശാലമായതുകൊണ്ടാണ് ഇതിനെ പല രീതിയിൽ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്ര നമ്മൾ പഴഞ്ചനാവാൻ പാടില്ല. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ആലോചിതമാണ്, സമഗ്രമാണ്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ വളരെ സങ്കീർണമായ അത്യാധുനിക രീതിയിലുള്ള കലാമാമാങ്കങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഈ കളിയെ മനോഹരമായി അവതരിപ്പിക്കാൻ പറ്റും. പഴഞ്ചനല്ലാത്ത രീതിയിൽ ഇന്നത്തെ ലോകത്തിന് മുന്നിൽ ദഫ് കളി എന്നുള്ള ഒരു കല വളരെ സ്റ്റാൻഡേർഡിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ സംഭവം മാറിയിട്ടുണ്ട്. ഏത് ഭൗതിക തലത്തിലൂടെ ഓടുന്നവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു കലയായി ഇത് മാറി. നമ്മൾ ഇതിനെ മോഡേൺ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി നമ്മൾ പഴഞ്ചനാവേണ്ടടുത്ത് നമ്മൾ പഴഞ്ചനാവണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യത്തിൽ, ദീനിയായ ആശയങ്ങൾ, ആദർശങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ വഴികളുടെ കാര്യത്തിൽ, നമ്മുടെ ദീനിയായിട്ടുള്ള നമ്മുടെ അമാലുകൾ, അഖീദപരമായ കാര്യത്തിൽ നമ്മൾ പഴഞ്ചനാവണം. അത് പഴയ ആളുകൾ എങ്ങനെ വിശ്വസിച്ചു അങ്ങനെ തന്നെ പോകണം. അത് നമ്മുടെ ഫുറോയിയായ കാര്യങ്ങൾ, നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി വരുന്ന നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കാലോചിതമായിട്ട് കാലത്തിനനുസരിച്ച് നമുക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ട് ഇസ്ലാമിൽ. അത്രയും മനോഹരമാണ് ഇസ്ലാം. അലക്ഷ്യമായി കൊട്ടിയാൽ അത് കുഴപ്പമില്ല, നല്ല അത് ദഫ് കളി. ഒന്ന് ഭംഗിയായി കുട്ടിയിൽ നിന്ന് കൊട്ടിയാൽ അത് കുറച്ച് മോഡേൺ, അത് ഡാൻസ്, എന്നൊന്നും വായിക്കാൻ പറ്റൂല. അതൊക്കെ വിശാലമായി കൊണ്ട് കലാരൂപങ്ങളെ കാണാനുള്ള ഒരു മനസ്സിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും അശ്ലീലങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ സംസാരിച്ചതിന്റെ മൊത്തം ചുരുക്കം. അശ്ലീലങ്ങൾ വന്നാൽ അത് അശ്ലീലങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ന് വിശാലമായി ഓടുന്ന കലാരൂപമായതുകൊണ്ട് ഇതിൽ തെറ്റുകുറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഓരോ കാലത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുമുണ്ട് പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സുന്ദരമായി കൈകോർത്തുകൊണ്ട് മനോഹരമായിട്ട് ഈ കലയെ കൊണ്ടുപോകണം. എല്ലാവരും ഈ ദഫ് കളി എന്ന മനോഹരമായ കലയുടെ വഴിയിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.